ഇത് കണ്ട ഫുള്ള് പുഴുവാണ് അല്ലേ ചേച്ചി? അടുക്കാൻ പറ്റില്ല. പുഴുവും സ്മെല്ലും ഒരു രക്ഷയില്ല. ഒരു ബയോബിന് നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴാണ് നമ്മൾ ഓടിക്കളയണത്. ഇത് എണ്ണിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ചേട്ടൻ ഇവിടെ ഒരു പുഴുവിനെ കാണിച്ചു. അതെ, ഒറ്റ പുഴു. ഇത്രയും വേസ്റ്റ് കിടക്കുന്നിടത്ത് പോലും ഒരു ക്ലോസ് പോയിക്കേ, ഒരു പുഴുവിനെ കാണാൻ പറ്റുമെന്ന് നോക്കിയേ. ബയോബിന് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് ബയോബിൻ ആയിക്കോട്ടെ അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതിന് കുറച്ച് ടിപ്സ് ഉണ്ട്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇനോക്കുലായിട്ട് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള നിസ്റ്റ് നമുക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മളുണ്ടല്ല കേരളത്തിലെ മുഴുവൻ വീട്ടമ്മമാരെയും അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ. കാരണം എല്ലാ വീട്ടമ്മമാരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ എന്താണെന്ന് അറിയാൻ വന്നിരിക്കുന്നത്. സിന്ധു ചേച്ചി ഓയ്. അതെ, ഇത് നമ്മുടെ ഒരു വീട്ടമ്മയാണ്. ഈ വീട്ടമ്മയുടെ ഒരു സംഭവം, ഒരു പരാതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് എത്തിയിരിക്കുന്നത്. എന്താ ചേച്ചി പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാണാൻ പോയി. ചേച്ചി പറയാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. എന്താണ് ആ പ്രശ്നം നിങ്ങൾ കാണണം. ഇത് നമ്മുടെ ബിന്നല്ലേ? ബിന്നാണ്. ഇതെന്താ പ്രശ്നം? ഇത് ഞങ്ങൾക്ക് 1 വർഷം മുന്നേ ആയിട്ട് കിട്ടിയ സാധനമാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനകത്ത് ഇടാനുള്ള സംഭവം ഇല്ല. ഓ, അതായത് ആദ്യം കുറച്ച് നാൾ ഉപയോഗിച്ച് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് നമുക്ക് ഇഷ്ടം പോലെ വീട്ടിൽ വേസ്റ്റുകളുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറത്തിടാനുള്ള സംഭവം ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ സിന്ധു ചേച്ചിനെ പോലെ ഒരുപാട് വീട്ടമ്മമാർ ഈ വീഡിയോ കാണുമ്പോൾ അടുത്ത് കമന്റ് ഇടും. കാരണം എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ഈ വീടിന്റെ അവിടെ ദൂരെ മാറി ഒരു മതിലിന്റെ മൂലൊക്കെ എഴുതിയിരിക്കുന്നത്. കാരണം വീടിനടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് കണ്ട ഫുള്ള് പുഴുവാണ് അല്ലേ ചേച്ചി? അടുക്കാൻ പറ്റില്ല. പുഴുവും സ്മെല്ലും ഒരു രക്ഷയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഴുവും സ്മെല്ലും വരുന്ന പ്രശ്നം? എന്താ ചേച്ചിക്ക്? എന്താ ചേച്ചിക്ക് വേസ്റ്റുകൾ ഇട്ട് കഴിയുമ്പോഴത്തേനും അത് ഇടാനായിട്ടുള്ള ആ ഇനോക്കുലർ എന്ന് പറയുന്ന സാധനം ഇല്ല. അത് എവിടെ കിട്ടുമെന്നും അറിയത്തില്ല. നമ്മൾ നേരത്തെ കണ്ട വീട്ടമ്മയെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ പരിഹാരം കിട്ടുന്ന ഒരു കമ്പനി ഞാൻ പറഞ്ഞതേ, അതാണ് ഈ അഗ്രി പോയിന്റ്. ഈ അഗ്രി പോയിന്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഈ പറയുന്ന ഇനോക്കുലം ഫാക്ടറിയാണിത്. ഇപ്പൊ നമ്മൾ ബാഗ് കാണുന്ന പ്രൊഡക്ഷൻ നടന്നിരിക്കുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓ, ഇത് ഫുള്ള് പാക്ക് വെച്ചിരിക്കുകയാണ്. ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അതിന്റെ റോ മെറ്റീരിയലാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് എന്ന് പറയുന്ന സാധനം ഈ വർഷം കൂടെ കിട്ടത്തുള്ളൂ, അടുത്ത വർഷം കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കേരളത്തിൽ മുഴുവൻ സപ്ലൈ ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് പറയത്തില്ല. അതിന്റെ ഭാഗം തന്നെയാണ്. ഇത് അതിന്റെ ഭാഗം തന്നെയാണ്. ഇത് നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം ഏകദേശം 5000 കിലോ പ്രൊഡക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചേട്ടാ ഇപ്പൊ ബയോബിന് കണ്ടാണല്ലോ. ഈ ബയോബിന് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ എല്ലായിടത്തും ചകിരിച്ചോറിനകത്താണ് വരിക. അപ്പൊ എല്ലാവരും പറയുന്നത് ചകിരിച്ചോറാണെന്ന്. കാരണം അവരൊക്കെ കൊടുക്കുന്നതിനകത്ത് ചകിരിച്ചോറ് മാത്രമേ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം 5 തരം ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇനോക്കുലായിട്ട് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള നിസ്റ്റ് നമുക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ പ്രൊഡക്ഷൻ ആണ്. ഇതിപ്പോ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് 500 കിലോ നമുക്ക് ഈ ഇനോക്കുലം ഒറ്റ സ്ട്രെച്ചിൽ ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഒരു ദിവസം 5000 കിലോ 10 പ്രാവശ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി 5000 കിലോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനോക്കുലം സാധാരണ നമുക്കൊരു മാലിന്യത്തെ സംസ്കരിച്ച് വളമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇനോക്കുലം ഡയറക്റ്റ് വളമായിട്ട് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇനോക്കുലം നമ്മുടെ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു പറയല്ലേ നമ്മുടെ കൂട്ടതാണ്. ഇപ്പൊ നിങ്ങൾ പറയും ഇത്രയും നമ്മൾ പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് ഈ പറഞ്ഞ സാധനം മണമില്ലാതെ, നമ്മൾ ഒരെണ്ണം കണ്ട് നിറച്ചും പുഴുവായിട്ടാണ് കണ്ടത് വീട്ടിൽ മണമില്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫാക്ടറിയിൽ കിലോ കണക്കിന് വേണ്ട കിൻഡൽ കണക്കിന് ജൈവവളം കാണിച്ചു. കിൻഡൽ കണക്കിനല്ല, ടൺ കണക്കിന്. നമ്മൾ ഈ കഥ പറയുന്നത് ടൺ കണക്കിന് വേസ്റ്റിന്റെ അകത്ത് നിന്നിട്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. കാരണം അപ്പൊ മനസ്സിലാവും ഇവിടെ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്നുള്ളത്. ആ കാഴ്ച കണ്ടാലേ നിങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മള് ഇനോക്കുലത്തിന്റെ പ്രത്യേകത പറയേണ്ടത് ശരിക്കും വേസ്റ്റിന്റെ അകത്ത് നിന്നാണ്. അതെ, ഇതിന്റെ എവിടെയെന്നാ പറയേണ്ടത് സാധനത്തിന്റെ? നമ്മുടെ വീട്ടമ്മമാരൊക്കെ ആ ബയോബിന് ഏതെങ്കിലും പറമ്പിന്റെ അറ്റത്താ വെച്ചിരിക്കണം. മതിലിന്റെ അതെ, നമ്മളിപ്പോ വീട്ടമ്മനെ കണ്ട മതിലിന്റെ മൂല കണ്ട് വെച്ചിരിക്കുക പുഴുവും മണവും കാരണം. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ട ഇങ്ങോട്ട് നോക്കി. ഒരു ബയോബിന് നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴാണ് നമ്മൾ ഓടിക്കളയണത്. ഇത് എണ്ണിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ചേർത്തലയിലെ ചായക്കടയിലെ വേസ്റ്റ് അവരിവിടെ കൊണ്ടുവന്ന് തരുന്നതാണ്. ഇവിടെ കൊണ്ട് തരുന്നതാണ്. കാരണം നമുക്ക് വളമുണ്ട്. കാരണം നമുക്ക് കൃഷിയുള്ള കാരണം നമുക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊണ്ട് തരുന്നതാണ്. ആ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ഇത് ഫുള്ള് ഇത് ഈ സൈഡ് നോക്കിയാൽ ഇത് ആയി കേട്ടാ. ചേട്ടാ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം.
നമ്മൾ ബിന്ന് തുറക്കുമ്പോ പുഴുവിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെ. ചേട്ടൻ ഇവിടെ ഒരു പുഴുവിനെ കാണിച്ചു തരാം. അതെ, ഒറ്റപ്പുഴു. ഇത്രയും വേസ്റ്റ് കിടക്കുന്ന അടുത്ത് പോലും ഒരു ക്ലോസ് നോക്കിയേ, ഒരു പുഴുവിനെ കാണാൻ പറ്റുമെന്ന് നോക്കിയേ. ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് നോക്കൂ, അതിന്റെ അപ്പുറത്ത് നോക്കൂ, ഒരിടത്ത് പുഴു ഒരെണ്ണം പോലും നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നിരച്ച് കിടക്കിയ ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ഇതിന്റെ ഗുണം തന്നെയാണ്, ഇനോക്കുലത്തെ ഗുണം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇനോക്കുലാണ് അതിനകത്ത് 60% വർക്ക് ചെയ്യുന്നത്, ബാക്കി 40% എയറാണ്. ഈ സാധനം നമ്മുടെ ബയോബിന്റെ ഒരു വരായ്മ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എയറിന്റെ സർക്കുലേഷൻ കറക്റ്റ് അല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാൽ ഇപ്പൊ ബയോബിന് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് ബയോബിൻ ആയിക്കോട്ടെ അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതിന് കുറച്ച് ടിപ്സ് ഉണ്ട്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. പുഴുവും മണവും കാരണം നിങ്ങൾ ബയോബിൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെക്കേണ്ട, തിരിച്ചത് എവിടെയാണ് കൊണ്ടുപോയിട്ട് അവിടെ തിരിച്ചെടുത്തോ, നേരെ ഇവരെ വിളിക്കുക. നാളെ മുതൽ നിങ്ങളുടെ വീട്ടിലെ മുഴുവൻ വേസ്റ്റും നമുക്ക് ഒരു പുഴുവോ ഒരു മണമോ ഇല്ലാതെ, അത് ഏത് ബയോപിൻ ആണെങ്കിലും ഇവർ വർക്ക് ചെയ്ത് തരും. കാരണം അത് ഇവർ പറയുന്ന ബയോപിനിന്റെ പ്രശ്നമല്ല, ആക്ച്വലി അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാൻ മേലാത്തതും പിന്നെ പ്രോപ്പറായിട്ട് ഈ പറയുന്ന ഈ ഇനോക്കുലും യൂസ് ചെയ്യാത്തതിൻ്റെയും പ്രശ്നമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ദേ ഈ പറയുന്നത്. നോക്കിയേ, കാരണം ഇതിനേക്കാൾ അപ്പുറത്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റും ഇല്ല, ഞങ്ങൾക്കൊന്നും പറയാനുമില്ല. അതെ, ഇത്രയും വേസ്റ്റിനടുത്ത് ഒരു പുഴുവില്ല, ഒരു മണമില്ല എങ്കിൽ പിന്നെ നിങ്ങൾ അതിനപ്പുറം എന്ത് പറഞ്ഞു തരാനാണ് നിങ്ങളുടെ കയ്യിൽ, എന്ത് കാട്ടിത്തരാനാണ് നിങ്ങളുടെ കയ്യിൽ? നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഇവന്റുകൾ നടക്കാറുണ്ട്, വലിയ ഇവന്റുകൾ. അതായത് പള്ളിപ്പെരുന്നാൾ, ഉത്സവങ്ങൾ, കല്യാണങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ബൾക്കായിട്ടുള്ള വേസ്റ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ കാറ്ററിംഗുകാർക്കും അതുപോലെ ബൾക്കായിട്ട് വേസ്റ്റ് വരും. അപ്പോൾ അതൊക്കെ വളരെ നിഷ്പ്രയാസം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഷീൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഇത് നമ്മുടെ അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാളുമായിട്ട് ബന്ധിപ്പിച്ച് അവിടെ ഏകദേശം ഒരു സീസണിൽ 10 ലക്ഷത്തോളം ആൾക്കാരാണ് വരുന്നത്. അവിടുത്തെ വേസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ആ മെഷീനിലിട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നുള്ളതെന്ന് കാണിച്ചു തരാം. ഇതൊരു മൾട്ടിപർപ്പസ് മെഷീനാണ്. നമുക്ക് എത്ര വലിയ രീതിയിലുള്ള വേസ്റ്റ് വന്നാലും നമുക്ക് അതിനെ ക്രഷ് ചെയ്ത് അതിനെ വളരെ ചെറിയ പീസാക്കി അതിനെ നമുക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ്. ഇത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തൊരു മെഷീനാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഇനോക്കുലം മിക്സ് ചെയ്ത വേസ്റ്റ് കറക്റ്റായിട്ട് വന്ന് വീണിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാമെങ്കിൽ നമുക്ക് കുറേയധികം സമയവും ലാഭിക്കാൻ പറ്റും, വേസ്റ്റും വളരെ നിഷ്പ്രയാസം നമുക്ക് വളമാക്കി സംസ്കരിക്കാനായിട്ടും പറ്റും. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ വിൻഡോ ആയിട്ട് ചെയ്യുമ്പോൾ വേസ്റ്റുകൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടതിന് ശേഷം ഓരോ ലെയർ ഇടുമ്പോഴും അതിൻ്റെ പുറത്ത് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ നമുക്കിതിനെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് വളമാക്കി മാറ്റാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഇനോക്കുലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് യാതൊരുവിധ സ്മെല്ലും ഉണ്ടാവില്ല, അതുപോലെ ഈച്ചയോ മറ്റു പ്രാണികളോ ഒന്നും വരത്തുമില്ല. അപ്പോൾ നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മളുടെ ഇനോക്കുലം ഉപയോഗിച്ച് നമുക്ക് ഏതൊരു അഴുകിപ്പോകുന്ന മാലിന്യത്തെയും നമുക്ക് സംസ്കരിക്കാനായിട്ട് വളരെ നിഷ്പ്രയാസം സാധിക്കും. അതാണ് നമ്മുടെ ഒരു ഇനോക്കുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ പുറത്ത് കണ്ട 1000 ലിറ്ററിൻ്റെ ബയോബിൻ. അതായത് ഈ പറഞ്ഞ സ്കൂള്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ചെമ്മീൻ ഫാക്ടറി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സക്സസ്ഫുൾ സാധനമാണ്. ദേ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഏറ്റവും ചെറിയ വേർഷൻ നോക്കി 2 തട്ടിലായിട്ടുള്ള ബയോബിൻ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലേ? ഇത് നമ്മൾ വീടുകളുള്ളതാണ്. ഈ സംഭവം എന്തായിരിക്കണത്? ഇത് നമ്മള് ഈ ഇനോക്കുലം എന്ന് പറഞ്ഞിട്ടല്ലേ, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സാധനം ഉണ്ടാവണമല്ലോ, ഒരു വളം ഉണ്ടാകണം. ആ സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇതിനും പ്രത്യേകത ചേട്ടാ, ഇത് വളമായിട്ട് ഉപയോഗിക്കാം, ഇനോക്കുലായിട്ട് ഉപയോഗിക്കാം. ഇത് മേടിച്ചിട്ട് പോകുന്നവർക്ക് ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഒരു 4 ഇരട്ടി വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെ. നിങ്ങളിത് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത വേസ്റ്റിനെ വരെ കമ്പോസ്റ്റ് ചെയ്യും ഈ സാധനം. ഇത് അനേറോബിക് ആണ്, അതായത് എയറിന്റെ സാന്നിധ്യം ഇല്ലാതെ ലിക്വിഡിനെ കമ്പോസ്റ്റ് ചെയ്യുന്ന, ലിക്വിഡ് വേസ്റ്റിനെ കമ്പോസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. ഇതെങ്ങനെ യൂസേജ് എങ്ങനെ ഇതിന്റെ? ഇത് ചുമ്മാ നമ്മൾ വെള്ളത്തിൽ കലക്കുക, അതായത് ക്ലോറിൻ ഇല്ലാത്ത വെള്ളത്തിൽ കലക്കാൻ മാത്രം ശ്രദ്ധിക്കുക. ക്ലോറിൻ ഇല്ലാത്ത വെള്ളത്തിൽ കലക്കുക, ടാങ്കിൽ ഒഴിക്കുക, ഫ്ലഷ് ചെയ്യുക. അതായത് ടാങ്ക് നിറയില്ല, നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞുള്ള സ്മെല്ലും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. അതൊരു മിറാക്കിൾ പ്രോഡക്റ്റ് ആണ്. അപ്പൊ മറക്കണ്ട, ഇനി ഓരോ വീട്ടിലും ജൈവവളം ഉണ്ടാകട്ടെ, ഓരോ വീട്ടിലും നിറച്ച് കൃഷി ഉണ്ടാകട്ടെ. അതായിരിക്കണം ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഉദ്യമം. അപ്പോൾ വീണ്ടും മറ്റു വീണ്ടും അതുവരെ ബൈ ബൈ.